1980 കാലഘട്ടം. ഇന്ത്യൻ രാഷ്ട്രീയം കലങ്ങിമറിഞ്ഞ് കലുഷിതമായിരുന്നു. ഖാലിസ്ഥാൻ വാദവും ആ ഖാലിസ്ഥാൻ വാദത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളും പരക്കെ ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു. ശ്രീമതി ഗാന്ധി അന്ന് പ്രധാനമന്ത്രിയായിരുന്നു. ശ്രീമതി ഗാന്ധിക്കെതിരെ ഖാലിസ്ഥാൻ വാദികൾ പലപ്പോഴും പലതരത്തിലുള്ള ഭീഷണികളും മുഴക്കിയിരുന്നു. 1984 ഒക്ടോബർ 30 ഒറീസയിലെ ഭുവനേശ്വറിൽ ഒരു തിരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവേ ശ്രീമതി ഗാന്ധി പറഞ്ഞ വാക്കുകൾ ഭാരതത്തിൻ്റെ ചരിത്രത്തിന് മറക്കുവാൻ കഴിയുകയില്ല. ഞാൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്, നാളെ ജീവനോടെ ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ശരീരത്തിലെ ഓരോ തുള്ളി രക്തവും ഭാരതനാടിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കുവാൻ വിനിയോഗിക്കുവാൻ ഞാൻ തയ്യാറാണ്. ഇതായിരുന്നു ആ പ്രസംഗത്തിൻ്റെ രത്നച്ചുരുക്കം. ഈ പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ ഒറീസ ഗവർണർ ശ്രീമതി ഗാന്ധിയുടെ പ്രസംഗത്തിലെ മരണത്തെപ്പറ്റിയുള്ള വാക്കുകൾ തന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്ന് ശ്രീമതി ഗാന്ധിയോട് സൂചിപ്പിച്ചു. ശ്രീമതി ഗാന്ധി പറഞ്ഞത് ഞാൻ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ പ്രസംഗിച്ചത് എന്നതായിരുന്നു. പിറ്റേന്നുള്ള പ്രഭാതം ശ്രീമതി ഗാന്ധി ഡൽഹിയിലാണ്. 1984 ഒക്ടോബർ 30 രാവിലെ 9:30 മണിയോടുകൂടി ശ്രീമതി ഗാന്ധിയുടെ അംഗരക്ഷകരിൽ പ്രധാനിയായിരുന്ന ബിയാൻ സിംഗ് ശ്രീമതി ഗാന്ധിയുടെ നേരെ തൻ്റെ തോക്കിൽ നിന്ന് 2 വെടിയുണ്ടകൾ പായിച്ചു. ഈ സംഭവം കണ്ടുകൊണ്ട് നിന്ന് 10 അടി അകലെ കണ്ടുകൊണ്ട് നിന്ന സത്വത് സിംഗ് ആകെ പരിഭ്രമിച്ചു. പക്ഷെ ബിയാൻ സിംഗ് സത്വത് സിംഗിൻ്റെ നേരെ നോക്കി അലറി, സത്വത്, ഗോലി ചലാവൂ, നിന്റെ കയ്യിലുള്ള തോക്കുപയോഗിച്ച് നിറയൊഴിക്കൂ എന്നാണ് ബിയാൻ സിംഗ് സത്വത് സിംഗിനോട് പറഞ്ഞത്. സത്വത് സിംഗ് പിന്നെ ഒട്ടും ചിന്തിച്ചില്ല, അമാന്തിച്ചില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോംസൺ തോക്ക് ഉപയോഗിച്ച് ഇന്ദിരാഗാന്ധിയുടെ ശരീരത്തിലേക്ക് 25 വെടിയുണ്ടകൾ തലങ്ങനെയും വിലങ്ങനെയും പായിച്ചു. തുടർന്ന് മറ്റുള്ള എൻകൗണ്ടറിൽ ബിയാൻ സിംഗ് കൊല്ലപ്പെടുകയുണ്ടായി. സത്വത് സിംഗ് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. വിചാരണ വേളയിലും അന്വേഷണ മധ്യയിലും 2 പേർ കൂടി ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടു. ബിയാൻ സിംഗിൻ്റെ അമ്മാവനായിരുന്ന കേഹാർ സിംഗും ബൽബീർ സിംഗും. ഈ കേസ് ഭാരതത്തിൻ്റെ നീതിന്യായ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ കേസാണ്. അപ്പീൽ കോടതിയിൽ രാംജത്ത് മലാനി എന്ന് പറയുന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ പ്രതികൾക്കു വേണ്ടി ഹാജരായി. ബൽബീർ സിംഗിനെ കേസിൽ വെറുതെ വിട്ടു. സത്വത് സിംഗിനെയും കേഹാർ സിംഗിനെയും വധശിക്ഷയ്ക്കായി വിധിച്ചു. വധശിക്ഷ കാത്തു കഴിയുന്ന കേഹാർ സിംഗ് എപ്പോഴും കരയുമായിരുന്നു. താൻ ഈ കേസിൽ നിരപരാധിയാണെന്നും തൂക്കുകയറിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമെന്നും കേഹാർ സിംഗ് വിശ്വസിച്ചു. പക്ഷേ സത്വത് സിംഗിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. നേരിട്ട് ആ അക്രമത്തിൽ പങ്കെടുത്ത പ്രതിയായിരുന്നു സത്വത് സിംഗ്. പക്ഷേ ഇരുവരുടെയും രാഷ്ട്രപതിയുടെ മുൻപാകെയുള്ള അപേക്ഷയും തള്ളി. വധശിക്ഷയ്ക്ക് വിധിച്ച ഇരുവരെയും തീഹാർ ജയിലിലെ ജയിലറുകളിൽ അടയ്ക്കപ്പെട്ടു. പലപ്പോഴും കേഹാർ സിംഗ് വിങ്ങി. താൻ ഈ കേസിൽ നിരപരാധിയാണ്, തനിക്ക് തൂക്കുകയർ വിധിക്കേണ്ടതില്ല, എന്നെങ്കിലും ഒരിക്കൽ തനിക്ക് ഈ കേസിൽ നിന്ന് മുക്തി പ്രാപിക്കുവാൻ കഴിയും എന്ന് അദ്ദേഹം പലപ്പോഴും വിശ്വസിച്ചു. 1989 ജനുവരി 6 ഡൽഹി നഗരം ആകെ തണുത്തു ഉറങ്ങലിച്ച് നിൽക്കുകയാണ്. അന്നേ ദിവസം തീഹാർ ജയിലിൻ്റെ ഇരുണ്ട അറകളിൽ നിന്ന് 2 പേരെ പുറത്തേക്ക് കൊണ്ടുവന്നു. സത്വത് സിംഗും കേഹാർ സിംഗും. അവരെ തൂക്കുകയറിലേക്ക് അടുപ്പിക്കുകയാണ്. അവർക്ക് കൊലമരത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴും ഇരുവരുടെയും ശരീരം വിറച്ചു. പക്ഷേ സത്വത് സിംഗിന് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അപ്പോഴും കേഹാർ സിംഗ് വിളിച്ചു പറഞ്ഞു, താൻ നിരപരാധിയാണ്, തനിക്ക് ഈ കേസിൽ യാതൊരു പങ്കുമില്ല. 1989 ജനുവരി 6 ഇരുവരെയും തൂക്കുകയറാൽ അവരെ തൂക്കുകയർ ശിക്ഷ നടപ്പിലാക്കി. ഇരുവരുടെയും മൃതശരീരങ്ങൾ തീഹാർ ജയിലിൽ തന്നെ സംസ്കരിച്ചു. ഇവരുടെ ബന്ധുമിത്രാദികൾ പാകിസ്ഥാൻ റേഡിയോ വഴി പ്രക്ഷേപണം ചെയ്യപ്പെട്ട വാർത്തയിലൂടെയാണ് ഈ വിവരം അറിഞ്ഞത്.
ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം മാറ്റുരയ്ക്കപ്പെട്ട പൈശാചികമായ ഒരു കൊലപാതകത്തിൻ്റെ അന്ത്യം അവിടെ കുറിക്കപ്പെട്ടു.